ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ദില്ലിയിൽ നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തലും ഭാവി പദ്ധതികളും ആസൂത്രണവും യോഗത്തിൽ ചർച്ചയാകും എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഈ യോഗം ചേരുന്നത്. അതേസമയം ജാമ്യ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് നാളെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ്. സ്വാതി, ഈ ഒരു യോഗത്തെ നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ച് ഇന്ന് ഈ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സമയം ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങളൊക്കെ ശക്തമായി സർക്കാരിനെതിരെ വരുന്നു. ഇന്ന് ഈ യോഗം എന്തിനാണ് എന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത്? അല്ലെങ്കിൽ അവരുടെ നീക്കം ഏത് വിധത്തിലാണ്? പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുന്നതിനെ തുടങ്ങാം. കാരണം ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ മുന്നണിയുടെ പ്രകടനം വിലയിരുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ടയായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മുന്നണികൾ ഏത് തരത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്, അതിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാവുക. മാത്രമല്ല, ഇനി ഭാവി പ്രവർത്തനങ്ങൾ ഈ അധികാരത്തിൽ വരും എന്നതടക്കമുള്ള പ്രതീക്ഷ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കുണ്ട് എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ച പോയ പോലെ അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ? ഇന്ത്യ മുന്നണിയുടെ മതേതര പാർട്ടികളെല്ലാം ഒരുമിച്ച് നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഐക്യം തന്നെ രൂപപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന എങ്ങനെയാണ് ഭാവി പ്രവർത്തനങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. എന്തായാലും വൈകിട്ട് 3 മണിയോടെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുക. പ്രധാനപ്പെട്ട, അതായത് 28 പാർട്ടികളാണ് ഈ ഇന്ത്യ മുന്നണിയിലുള്ളത്. അവരെല്ലാം തന്നെ, അതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ദില്ലിയിലേക്ക് എത്തി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം മമതാ ബാനർജി നേരത്തെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിൽ ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദില്ലിയിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് മമതാ ബാനർജി അറിയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ നേതാക്കളും പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റാലിൻ പങ്കെടുക്കുമെന്ന് ആദ്യം അറിയിച്ചെങ്കിലും ഇപ്പോൾ സ്റ്റാലിന് പകരം മറ്റൊരു പ്രതിനിധിയാകും പങ്കെടുക്കുന്നത് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിർണായക യോഗം തന്നെയാണ്. മറ്റൊരു കാര്യം, കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യം കഴിഞ്ഞുകൊണ്ട് നാളെ ജാമ്യ കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ്. നാളെ അവസാനിച്ച് തിരികെ നാളെ 3 മണിയോടെ കെജ്രിവാൾ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ യോഗം കൂടുതൽ നിർണായകമാകുന്നത് കെജ്രിവാളിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. നാളെ കൃത്യമായും കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും യോഗത്തിൽ പൂർണ്ണമായും ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ഇന്ത്യ മുന്നണിയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട എങ്ങനെയായിരുന്നു പ്രകടനം വിലയിരുത്തുന്നതടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ കെജ്രിവാളിൻ്റെ നാളത്തെ മടക്കവുമൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകും. അതിനുശേഷം വാർത്താ സമ്മേളനം വിളിക്കാൻ വേണ്ടിയും ഇന്ത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയ. ശരി സ്വാതി, വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദമായി സ്വാതി നൽകിയത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം വൈകിട്ടോടെ എങ്ങനെയാണ് ഈ പോളിംഗ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ശതമാനമൊക്കെ എങ്ങനെയാണ്. ഇന്നത്തേതുകൂടി വരുമ്പോൾ ഒരു പൂർണ്ണ ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുകയും ചെയ്യും. 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 57 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്.